പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടി കാഞ്ഞിരത്തുമൂട് റോഡിലാണ്. ഇവിടെ ഒരു 4 തേക്കാണ് റോഡിലേക്ക് കടപുഴകി വീണിട്ട് ലൈനിന്റെ മുകളിലേക്കാണ് വീണത്. ആ തേക്ക് വളരെ അപകടാവസ്ഥയിൽ തന്നെയായിരുന്നു ആ തേക്ക് നിന്നത്. നമ്മുടെ റോഡിലോട്ടൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഉടമ ഒക്കെ നേരത്തെ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ അവർ ഇന്നലെ രാത്രി സംഭവിച്ചാണ്. 4 പോസ്റ്റാണ് ഇപ്പോൾ ഇവർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കാഞ്ഞിരത്തുമൂടിന് സമീപമുള്ള പരക്കുന്നേപ്പടിയാണ്. ഇവിടം തൊട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടുന്ന് സ്വല്പം മുന്നോട്ട് പോകുമ്പോഴത്തേന് ഒരു ബ്രദറൻ ആരാധനാലയമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് കാണക്കാലിലെ വീട്ടിലെയാണ് 3 തേക്കുമരമാണ്. പുലർച്ചെ 3 മണിയെന്നാണ് പറഞ്ഞത്. അത് നല്ല കാറ്റും മഴയായിരുന്നു. ആ സമയത്ത് ഇത് കടപുഴകി വീണു. ഈ പോസ്റ്റാണ് അവർക്ക് മെയിനായിട്ട് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയത്. കാരണം ഇത് മുകളിൽ നിന്നുള്ള നല്ലൊരു കുത്തിറക്കവും കൂടിയാണ്. ഇവിടെയാണ് ആദ്യത്തെ പോസ്റ്റ് ഒടിഞ്ഞത്. അങ്ങനെ 4 പോസ്റ്റാണ് ഇപ്പോൾ അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ കടപുഴകി വീണ മരത്തിൻ്റെ ഉടമയായിട്ട് സംസാരിച്ചായിരുന്നു. അന്നേരം അവരത് 2-3 ദിവസമായിട്ട് ഇത് വെട്ടി മാറ്റാൻ വേണ്ടി തന്നെ ഇരുന്നതാണ്. എന്നാൽ പണിക്കാരെ കിട്ടിയില്ല. കനത്ത മഴയായതുകൊണ്ട് അവർ താമസിച്ചുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ ഈ റോഡിൻ്റെ സൈഡിലേക്ക് നിന്ന മരങ്ങൾ, തേക്കുമരങ്ങളെല്ലാം അപകടാവസ്ഥയിലായിരുന്നു. ഇതിൻ്റെ അടിഭാഗങ്ങളെല്ലാം ദ്രവിച്ച് നിൽക്കുകയായിരുന്നു. അതാണ് കാറ്റടിച്ചപ്പം തന്നെ ഇത് റോഡിലേക്ക് മറിഞ്ഞു വീണത്. ഏതായാലും പുലർച്ചെ 3 മണിക്കൊക്കെ നടന്നുകൊണ്ടാണ് വലിയ ആളപായങ്ങളൊന്നുമില്ലാതെ തീർന്നത്. പകലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് എന്തുമാത്രം വാഹനങ്ങൾ ഓടുന്ന റോഡാണ്. അതുതന്നെയല്ല, ഇപ്പോഴത്തെ മഴയും കാറ്റും ഒക്കെ ഏത് സമയത്ത് എങ്ങനെ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ അവർ ആ സമയം തൊട്ട് ഇതൊന്ന് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇപ്പം വൈദ്യുതി മുടങ്ങിയിരിക്കുക, പുതുപ്പള്ളി പരിസരങ്ങളിലെല്ലാം മുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ രാപകലില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രിയോടുകൂടി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. പോസ്റ്റ് മാറുന്ന പണികളെല്ലാം പൂർത്തിയാക്കി. ഇതാണ് കാണക്കാലിലെ വീട്. ഈ സൈഡിൽ നിന്നും തേക്കുമരങ്ങളാണ് റോഡിലേക്ക് മറിഞ്ഞ് വീണത്.